ഹായ് ഫ്രണ്ട്സ്, SVGS മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിനിമ നമ്മുടെ ജയറാമേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ, ജാനുവരി 11 തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന മിഥുൻ മാനുവൽ തോമസ് ഒരുക്കിയ കിടുക്കൻ ത്രില്ലർ സിനിമ ഓസ്ലർ, എബ്രഹാം ഓസ്ലറിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പ്രതീക്ഷിക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ ആ സിനിമയിൽ. മിഥുൻ മാനുവൽ തോമസിൻ്റെ കഴിഞ്ഞ സിനിമകൾ, പുള്ളി എഴുതിയതും പുള്ളി സംവിധാനം ചെയ്തതായിട്ടുള്ള സിനിമകളെല്ലാം കണ്ടതാണ്. ഏറ്റവും ഹിറ്റായിട്ടുള്ള ത്രില്ലർ സിനിമ എന്ന് പറയുന്നത് അഞ്ചാം പാതിരയാണ്. അപ്പോൾ അതിനുശേഷം ഒരു ത്രില്ലർ സിനിമ വരുമ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കും അഞ്ചാം പാതിരയുടെ അടുത്തല്ലെങ്കിൽ അതുക്കും മേലെ നിൽക്കുന്ന ഒരു സിനിമ ആയിരിക്കണം ഓസ്ലർ, എബ്രഹാം ഓസ്ലർ. ഇതിലെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയറാമേട്ടൻ, നമ്മുടെ ഫാമിലി ഹിറ്റ് മേക്കറായിട്ടുള്ള ജയറാമേട്ടൻ്റെ ഒരു തിരിച്ചുവരവാണ് ഈ സിനിമയിലൂടെ നമ്മളെല്ലാവരും, മലയാളികളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഒരുപാടിന് ശേഷമാണ് ജയറാമേട്ടൻ്റെ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. കുറേ കൊള്ളില്ലാത്ത സിനിമകളിലൊക്കെ അഭിനയിച്ച് ഉള്ള വില നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഈ സിനിമയിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ജയറാമേട്ടനിൽ നിന്ന്. അപ്പോൾ അത് മിഥുൻ മാനുവൽ തോമസ് നല്ല രീതിയിലുള്ള ഒരു കിടിലൻ ക്യാരക്ടർ തന്നെ കൊടുത്തിട്ടുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. മമ്മൂക്ക ഈ സിനിമയിൽ എന്ത് റോളാണ് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. ഈ പടം അനൗൺസ് ചെയ്ത് അതിനുശേഷം ഇതിൻ്റെ അകത്ത് മമ്മൂക്ക ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, എന്തായിരിക്കും മമ്മൂക്കയുടെ റോള്. അപ്പോൾ മമ്മൂക്കയും ജയറാമേട്ടനും കൂടി വരുമ്പോൾ ഇതിൽ ആർക്കായിരിക്കും, ആരുടെ തട്ടായിരിക്കും താന്നിരിക്കണതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ, ഒരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ മമ്മൂക്കയാണ് നമ്മുടെ മാത്രമല്ല എൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ ഈ സിനിമയിൽ നിന്ന്. മമ്മൂക്കയ്ക്ക് എന്ത് റോളായിരിക്കും, മമ്മൂക്ക എന്തായിരിക്കും ഇതിൻ്റെ അകത്ത് കാണിച്ച് വെക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. മിഥുൻ മാനുവൽ തോമസിൻ്റെ മാജിക്കൽ ഡയറക്ഷനിലൂടെ നമ്മുടെ മമ്മൂക്ക എന്തായിരിക്കും ഇതിൻ്റെ അകത്ത് ചെയ്തേക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ആകാംക്ഷയുണ്ട്. മിഥുൻ മാനുവൽ തോമസ് ബ്രാൻഡ് അങ്ങനൊരു വലിയ സംഭവം തന്നെയാണ്. ഡയറക്ഷൻ ആയിക്കോട്ടെ, പ്രൊഡ്യൂസിങ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ. പുള്ളിക്കാരൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2-3 പടങ്ങൾ അടുപ്പിച്ച് അങ്ങോട്ട് വന്നു. അതൊക്കെ എല്ലാം റൈറ്റിങ്ങിൽ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ഗരുഡൻ എടുക്കുകയാണെങ്കിൽ കിടുക്കൻ പടമാണ്. അത് കഴിയുന്ന ഫീനിക്സ് സൂപ്പർ പടമാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും സംവിധാനം ചെയ്യുന്ന ഒരു കിടുക്കൻ ത്രില്ലറായി മാറട്ടെ ഓസ്ലർ, എബ്രഹാം ഓസ്ലർ. പുള്ളിയുടെ അഞ്ചാം പാതിര ഹിറ്റായപ്പോൾ പുള്ളി പറയുന്നത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോണർ അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും പുള്ളി ഇങ്ങനെ ഒരു ത്രില്ലർ വീണ്ടും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് മിഥുൻ മാനുവൽ തോമസ് നമുക്ക് മുന്നിലേക്ക് വെക്കുന്ന ഈ സിനിമ. അപ്പോൾ അത് ഹിറ്റായി മാറും. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ജയറാമേട്ടൻ്റെ തിരിച്ചുവരവ് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ മമ്മൂക്ക എന്ത് റോളായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, അതൊരു ആകാംക്ഷയാണ്. പിന്നെ മിഥുൻ മാനുവൽ തോമസിൻ്റെ ഡയറക്ഷൻ, ആ ഒരു ത്രില്ലിങ് പാറ്റേണിൽ അഞ്ചാം പാതിരയൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ കോരിത്തരിച്ചിരുന്നിട്ടുള്ളതാണ് തിയേറ്ററിൽ. ആ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്തായിരിക്കും എന്നുള്ളത് കാണാനുള്ളൊരു ആകാംക്ഷ, ഒരു പ്രതീക്ഷ എന്തായാലും ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വമ്പൻ, എന്താ പറയുക, ഒരു ചെറിയ പ്രൊമോഷനിൽ വന്ന് വമ്പൻ ഹൈപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന പോസ്റ്ററുകളായിക്കോട്ടെ, അതിൻ്റെ ട്രെയിലർ ആയിക്കോട്ടെ, എല്ലാം വമ്പൻ ഹിറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പടം വലിയൊരു ഹിറ്റായി മാറട്ടെ എന്നുള്ള ഒരു വമ്പൻ ഹിറ്റായി മാറും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ് എബൌട്ട് എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ഈ സിനിമയെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ പടത്തിനെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ എന്താണ് എന്നുള്ളതൊക്കെ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു കിടിലൻ സിനിമയുടെ എക്സ്പെക്റ്റേഷൻസുമായിട്ട് വീണ്ടും വരാം. ലൈക്കോട്ടെ വാലിബിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസുമായിട്ടാണ് അടുത്ത വീഡിയോ വരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കണ്ട. ബൈ.